നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുണ്ട്? ഞാൻ പേഴ്സണലി ചോദിക്കുക, ഞാൻ കണ്ണെ നോക്കി ചോദിക്കുക. നഷ്ടങ്ങളുടെ നടുവിൽ ചാമ്പൽ കൂമ്പാരത്തിന്റെ മുകളിൽ സകലതും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, ഭാര്യയില്ല, മക്കളില്ല, രാജ്യമില്ല, സാമ്രാജ്യമില്ല, പിന്നെ തോളോടൊപ്പം തോള് ചേർന്ന് ഒട്ടിയുരുമി നടന്ന കുറെ എണ്ണം സെക്കൻഡുകൾ കൊണ്ടങ്ങ് എതിരായി. അവരും എറിയാൻ കയ്യിൽ കല്ലുമെടുത്ത് നിൽക്കുക. ഈ മനുഷ്യൻ ഒറ്റപ്പെട്ട് ചാമ്പൽ കൂമ്പാരത്തിന്റെ മുകളിലിരുന്നുകൊണ്ട് പറയുന്നൊരു വാക്കുണ്ട്. വാക്യം 7. ദാവീദ് അഹിമേലെക്കിന്റെ മകനായ അബ്യാഥർ പുരോഹിതനോട് ഏഫോദ് എവിടെ, ഏഫോദ് എവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അബ്യാഥാർ ഏഫോദ് ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്താണ് എഫോദ്? എഫോദ് ഈസ് ദ ഹോളി ഗാർമെന്റ്. മഹാപുരോഹിതന്റെ വസ്ത്രമാണ്. മഹാപുരോഹിതൻ പുറമേ ഏപ്രിൻ പോലെ അണിയുന്ന വസ്ത്രമാണ് എഫോദ്. എഫോദിന്റെ നടുക്ക് 12 കളറിലുള്ള രത്നങ്ങൾ പുരോഹിതൻ പതിച്ചിരിക്കുന്ന 12 ഗോത്രങ്ങളുണ്ട്. പുരോഹിതൻ ധരിക്കുന്ന എഫോദിന്റെ നടുക്ക് നെഞ്ചോട് ചേർന്നുള്ള ഭാഗത്ത് 12 ഗോത്രങ്ങൾക്ക് അടയാളമായി 12 രത്നങ്ങൾ 12 കളറിൽ പതിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ദാവീദ് അന്വേഷിക്കുന്നത് തന്റെ ഹോളി ഗാർമെന്റ്സ് ആണ്. Where is Ephod? Ephod എവിടെ? വാൾ എവിടെയെന്നല്ല, തോക്ക് എവിടെയെന്നല്ല, എന്റെ സൈന്യം എവിടെയെന്നല്ല, എന്റെ സർവ്വസന്നാഹങ്ങൾ എവിടെയെന്നല്ല, ഹോളി ഗാർമെന്റ് എവിടെ, എഫോദ് എവിടെ? ഞാൻ എൻ്റെ ഭാഷയിൽ എനിക്ക് തന്ന വെളിപ്പാടിൽ ഞാനത് കണക്ട് ചെയ്യാണ്. എന്റെ പ്രയർ കാർപ്പറ്റ് എവിടെ? പുരോഹിതനായ അബ്യാഥാറിന് മാത്രമേ ദാവീദിന് എഫോദ് കൊടുത്ത് സഹായിക്കാൻ കഴിയൂ. കാരണം അത് പുരോഹിതന്റെ വസ്ത്രമാണ്. 12 ഗോത്രങ്ങളെ, ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ അങ്ങോട്ടെടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് ചാമ്പൽ കൂമ്പാരത്തിന്റെ മുകളിലിരുന്ന് തമ്പുരാന്റെ മുഖം അന്വേഷിക്കുമ്പോൾ അകത്ത് കത്തിയ വെളിപ്പാട് എന്നാണെന്നറിയാവോ? ഈ 12 ഗോത്രത്തെയും തൊടാൻ ശത്രുവേ നിനക്ക് സാധ്യമല്ല.